സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. പക്ഷാഘാതം മൂലം ഒരു പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന മുഖത്തിൻ്റെ മാറ്റങ്ങളും അതുപോലെ മുഖത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഞാൻ മുഹമ്മദ് ഫാരിഷ്, ആയുർഗിൻ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് ബാധിക്കപ്പെട്ട രോഗിയുടെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം താഴോട്ട് കോടിയ ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സ്ട്രോക്ക് ബാധിക്കപ്പെട്ട എല്ലാ രോഗികൾക്കും തന്നെ മുഖത്തിൻ്റെ ഒരു സൈഡ് കോടിയ അവസ്ഥയിൽ കാണപ്പെടണമെന്നില്ല. 2% ആളുകൾക്കും 6 മാസത്തിനകം തന്നെ ഈ അസുഖം ഭേദപ്പെട്ടേക്കാം. ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ ദിനചര്യകളെ ഇതെങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ വെള്ളം കുടിക്കുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബാധിക്കപ്പെട്ട വശത്തെ കണ്ണിലുണ്ടായേക്കാവുന്ന വരൾച്ച, ഈ ബുദ്ധിമുട്ടുകളെ ഫിസിയോതെറാപ്പിയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ന്യൂറോമസ്കുലർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, മിറർ ബയോഫീഡ്ബാക്ക്, ന്യൂറോമസ്കുലർ റീ എഡ്യൂക്കേഷൻ, ആക്ഷൻ ഫോക്കസ്ഡ് മസ്കുലർ സ്ട്രെങ്തനിങ്. മുഖത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാവുന്ന 1-2 എക്സസൈസുകൾ നമുക്ക് നോക്കാം. നല്ല വശത്തെ പുരികം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മറുവശത്തെ പുരികം ചലിപ്പിച്ച് നോക്കുക. ഒരു ടിഷ്യൂ പേപ്പറോ മെഴുകുതിരിയോ അകത്തിപ്പിടിച്ചുകൊണ്ട് അതിലോട്ട് ഊതുക. വായിൽ 10 സെക്കൻഡോളം വെള്ളമോ വായുവോ പിടിച്ചു നിർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.